ഹലോ എവരിവൺ. വൺ ടൈം രജിസ്ട്രേഷൻ ഉൾപ്പെടെ പല പുതിയ മാറ്റങ്ങളും UPSC ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. തെറ്റുകൂടാതെ എങ്ങനെ സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് UPSC ഇത്തവണ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേരള PSC SSC ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പരിചയം ഉണ്ടായിരിക്കും. വൺ ടൈം രജിസ്ട്രേഷൻ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് UPSCയിൽ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കും, ഒരു പാസ്വേഡും സെറ്റ് ചെയ്ത് വെക്കും. സോ ഇത്തവണ സിവിൽ സർവീസ് എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൺ ടൈം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണെന്നാണ് UPSC പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ ആദ്യം എങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കാം. ഇതിന് നമ്മൾ നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ ഗൂഗിളിൽ എവിടെയായാലും UPSC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി കിട്ടും. ഫസ്റ്റിൽ തന്നെ വെൽക്കം ടു UPSC എന്ന് പറയുന്ന www.upsc.gov.in അതാണ് വെബ് അഡ്രസ്സ്. അതിന് താഴെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് അപ്ലൈ ഓൺലൈനിൽ വേരിയസ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വൺ ടൈം രജിസ്ട്രേഷൻ ഫോർ എക്സാമിനേഷൻ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ളൊരു കാര്യം ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഡീറ്റെയിൽസിലെല്ലാം ന്യൂ രജിസ്ട്രേഷൻ എന്ന ഒരു ബാറിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിലുള്ള അതേപോലെ തന്നെ നിങ്ങളുടെ പേരൊന്നും കൂടി രണ്ടാമത് വെരിഫൈ ചെയ്യുക. ദെൻ ഫുൾ നെയിം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും അഡീഷൻസ് അല്ലെങ്കിൽ അബ്രിവേഷൻസിന് ഫുൾ ലൈക്ക് നിങ്ങളുടെ ഇനീഷ്യലിന് എന്തെങ്കിലും ഫുൾ ഫോം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നെയിം തന്നെ കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്യുക, ജെൻഡർ വെരിഫൈ ചെയ്യുക. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 10th സർട്ടിഫിക്കറ്റിലുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ലൈക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കലണ്ടർ ഫോമാറ്റിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അടിച്ചു കൊടുക്കാം. ആ കലണ്ടറിൽ ഇയറും മന്തും സെലക്ട് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടി ഒന്ന് കൊടുക്കുക. ദെൻ ഫാദേഴ്സ് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ എന്താണോ ഉള്ളത് അതേ രീതിയിൽ തന്നെ ഫാദേഴ്സ് നെയിം കൊടുക്കുക. ആൻഡ് ഫാദർ നെയിം വെരിഫൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് മദേഴ്സ് നെയിം 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ അത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൂടി കൊടുക്കുക. ദെൻ മൈനോറിറ്റി സ്റ്റാറ്റസ്, നിങ്ങളുടെ ലൈക്ക് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളാണോ അല്ലയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. ആൻഡ് ഐ സജസ്റ്റ് യു ലൈക്ക് നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നൊരു മൊബൈൽ നമ്പർ, ലൈക്ക് ടെമ്പററി അല്ല, നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു മൊബൈൽ നമ്പർ കൊടുക്കുക. ഒരു ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറും കൂടി കൊടുക്കുക. ദെൻ നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID, കാരണം ഫർദർ കമ്മ്യൂണിക്കേഷനൊക്കെ ഈ ഒരു മൊബൈൽ നമ്പർ ഇമെയിൽ ID വഴിയായിരിക്കും. ഇമെയിൽ ID കൊടുക്കുക. ആൻഡ് ആൾട്ടർനേറ്റീവ് ഇമെയിൽ ID കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് മാൻഡേറ്ററി അല്ല. ഈ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറും ആൾട്ടർനേറ്റീവ് ഇമെയിൽ IDയും രണ്ടും മാൻഡേറ്ററി അല്ല. മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട ഫീൽഡുകളുടെ ഒരു സ്റ്റാർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് നോക്കാം, ഇമെയിൽ IDക്കും മൊബൈൽ നമ്പറിനൊക്കെ ഒരു റെഡ് സ്റ്റാർ ഉണ്ട്. മൈനോറിറ്റി സ്റ്റാറ്റസിന് വെരിഫൈ ലൈക്ക് മദേഴ്സ് നെയിം, വെരിഫൈ നെയിം, അതിനൊക്കെ ഒരു സ്റ്റാർ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ ഉള്ള കാര്യങ്ങളൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. നെക്സ്റ്റ് നിങ്ങളുടെ 10th ബോർഡ് എക്സാമിൻ്റെ റോൾ നമ്പറാണ്. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. ദെൻ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക, അതിൻ്റെ ആൻസറും കൊടുക്കുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് വളരെ നന്നായിട്ട് അറിയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അധികം അറിയാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിൻ്റെ ആൻസർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മദേഴ്സ് ബർത്ത് പ്ലേസും അതേപോലെ എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാപ്ച ഫില്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മുകളിൽ കാണുന്ന ആ ഒരു അതേ ലൈക്ക് ടെക്സ്റ്റ് നിങ്ങൾ താഴെ ഫില്ല് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്രേ വരുന്നുള്ളൂ ഈ വെരിഫിക്കേഷനിൽ. ഐ മീൻ OTRൽ വൺ ടൈം രജിസ്ട്രേഷനിൽ നിങ്ങളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ OTR കംപ്ലീറ്റ് ആയി. ആൻഡ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസൊക്കെ വെച്ചിട്ട് അവരൊരു ലൈക്ക് UPSC ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇതൊന്ന് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ അഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ OTR രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി.
ഓക്കെ. സോ നിങ്ങൾ പേടിക്കേണ്ട, ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ എഗ്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ക്രീനിൽ വരുന്നത് വെരിഫൈ OTP ഡീറ്റെയിൽസ് എന്ന ഒരു ഓപ്ഷനാണ്. അതിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഈ രണ്ടിലേക്കും ഒരു OTP 1 ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ വന്നിരിക്കുന്ന ആ ഒരു 6 അക്ക പാസ്വേഡും ഇമെയിൽ ഐ ഡിയിൽ വരുന്ന 6 അക്ക പാസ്വേഡ് 1 ടൈം പാസ്വേഡും നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് OTP വരുന്നില്ലെങ്കിൽ റീസെൻഡ് മൊബൈൽ OTP ഓർ റീസെൻഡ് ഇമെയിൽ OTP എന്ന ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് OTP റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. OTP കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്യാം. വെരിഫൈ OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ഒരു ഫോം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സേവ് ചെയ്ത് സൂക്ഷിക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സേവ് ചെയ്ത് ലാപ്പിൽ സേവ് ചെയ്തിട്ട് സൂക്ഷിക്കാനുള്ള ഓപ്ഷനുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യലാണ്. ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഇമെയിലിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTPക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പം OTP വെച്ചിട്ട് തന്നെയാണ് ലോഗിൻ ചെയ്യുന്നത്. നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വെരിഫൈഡ് ഇമെയിലിലേക്ക് ഒരു OTP വരും. നമുക്കത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. OTP അടിച്ചു കൊടുക്കുക. പിന്നെ താഴെ ആ ടെക്സ്റ്റ് ക്യാപ്ചർ അടിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഉള്ളതുപോലെ തന്നെ നമ്മൾ വെരിഫിക്കേഷൻ കോഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ OTRൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. താഴെ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒരു ന്യൂ പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ആ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്യുക. ഈ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. അതുപോലെ ഒരു അപ്പർ കേസ് വേണം, ഒരു ലോവർ കേസ് വേണം മിനിമം, ആൻഡ് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ഒരു നമ്പർ വേണം. ഓക്കെ. നമ്മുടെ കൊടുക്കുന്ന പാസ്വേഡിൽ ടെക്സ്റ്റും വേണം, നമ്പർ വേണം. ആ ടെക്സ്റ്റിൽ ഒരു അപ്പർ കേസും ഒരു ലോവർ കേസും വേണം. പിന്നെ നമ്പർ കൂടാതെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഇപ്പോൾ ഈ #, അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ആവശ്യമാണ്. സോ ഞാൻ ആ പാസ്വേഡ് അവിടെ കൊടുത്തു. പാസ്വേഡ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ UPSCയിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തതിൻ്റെ സൈസ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ദെൻ ഇവിടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സിവിൽ സർവീസിൻ്റെയും അതേപോലെ തന്നെ ഫോറസ്റ്റ് സർവീസിൻ്റെയൊക്കെ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒരു ടാബ് കാണാം നിങ്ങൾക്ക്. അതിൽ പാർട്ട് 1ഉം പാർട്ട് 2 രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ വരും. പാർട്ട് 1 രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പാർട്ട് 2ലേക്ക് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വി ഹാവ് ടു ഡു പാർട്ട് 1 രജിസ്ട്രേഷൻ. സോ പാർട്ട് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളൊരു പേജ് വരും. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം യെസ് കൊടുക്കുക. ദെൻ നിങ്ങൾ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അതിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ OTRൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യൻ അതവിടെ ഉണ്ടാവും. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക നാഷണാലിറ്റി. നെക്സ്റ്റ് മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. അവിടെ അൺമാരീഡ്, മാരീഡ്, വിഡോ, ഡിവോഴ്സി എന്ന ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഏതാണ് സ്റ്റാറ്റസ് അതിനനുസരിച്ച് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PWBD, അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്ഡ് ആ ഒരു കാറ്റഗറിയിലുള്ളതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് അത് കൊടുക്കുക, യെസ് നോ കൊടുക്കുക. നെക്സ്റ്റ് കമ്മ്യൂണിറ്റീൻ്റെ സെലക്ഷനാണ്. കമ്മ്യൂണിറ്റി ടാബിലാണ് പല ആൾക്കാർക്കും സംശയം വരുന്നൊരു കാര്യം. ഇവിടെ EWS, ജനറൽ, OBC, SC, ST ഇത്രയും കമ്മ്യൂണിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ജനറൽ കാറ്റഗറിയിലുള്ളത്. നെക്സ്റ്റ് ജനറൽ ഓപ്പൺ കാറ്റഗറി, OBC അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, SC ഷെഡ്യൂൾഡ് കാസ്റ്റ്, ST ഷെഡ്യൂൾഡ് ട്രൈബ്. സോ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കൊടുക്കുക. ആൻഡ് യൂഷ്വലി ആൾക്കാർ സംശയം ചോദിക്കുന്നൊരു കാര്യം ഈ OBC ആയിക്കഴിഞ്ഞാലുള്ള കാര്യമാണ്. സോ ഞാനിവിടെ OBC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് OBCയിൽ നിങ്ങൾ ക്രീമി ലെയർ ആണോ നോൺ ക്രീമി ലെയർ ആണോ എന്നുള്ളത്. ഡു യു ബിലോങ് ടു ക്രീമി ലെയർ ഓർ നോട്ട്? സോ OBCയിൽ തന്നെ നമ്മുടെ ഇൻകത്തിനനുസരിച്ചിട്ട് ദർ ആർ ക്ലാസിഫിക്കേഷൻ ലൈക്ക് ക്രീമി ലെയർ ആൻഡ് നോൺ ക്രീമി ലെയർ. ക്രീമി ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ പെർ ആനം ഇൻകം, വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കൂടുതലുള്ളവരെ ക്രീമി ലെയർ ആയിട്ടും 8 ലക്ഷത്തിൽ കുറവുള്ളവരെ നോൺ ക്രീമി ലെയർ ആയിട്ടും കണക്കാക്കും. പിന്നെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ലൈക്ക് ഗ്രൂപ്പ് A സർവീസിലുള്ള ആൾക്കാരുടെ മക്കൾ അവരെ നോൺ ക്രീമി ലെയറിലാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഒരുപാട് ക്ലാരിഫിക്കേഷൻ എന്താ പറയുക, ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഈ ക്രീമി ലെയറിൻ്റെ
ഇതിന് വേണ്ടിയിട്ട്, സെലക്ഷന് വേണ്ടിയിട്ട്. സോ നമ്മളിവിടെ യൂഷ്വലി റിസർവേഷൻ അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ക്രീമി ലെയർ കാറ്റഗറിയിലുള്ള ഒരാളായിരിക്കണം. സോ ക്രീമി ലെയർ ആണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് വരും. സോ ഇവിടെയാണ് നമ്മൾ നമ്മുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകത. ഓക്കെ, നമ്മൾ ക്രീമി ലെയർ അല്ല എന്ന് സെലക്ട് ചെയ്തതാണെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് എ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഫ്രം താലൂക്ക് ഓഫീസ്, തഹസിൽദാരുടെ അടുത്തുനിന്ന്. എന്താണ് ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്? നമ്മൾ ഈ പറഞ്ഞ ഇൻകം കാറ്റഗറിയിൽ വരാത്ത ആളാണ്, അതായത് നമ്മൾ റിസർവേഷന് യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലെ ജോലി ആവശ്യങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ താലൂക്ക് ഓഫീസിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. നിങ്ങളുടെ SLC ബുക്ക്, റേഷൻ കാർഡ്, ടാക്സ് നികുതി അടച്ച റെസിപ്റ്റ്, പിന്നെ പാരൻറ്റിൻ്റെ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ഡോക്യുമെൻറ്റ്സ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് അപ്ലൈ ചെയ്യും. അക്ഷയയിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരും. ആൻഡ് ആദ്യം ഇത് പോകുന്നത് നിങ്ങളുടെ വില്ലേജ് ഓഫീസിലേക്കായിരിക്കും. വില്ലേജ് ഓഫീസിൽ നിന്ന് അത് സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷം, വെരിഫൈ ചെയ്തതിന് ശേഷം വില്ലേജ് ഓഫീസർ താലൂക്ക് ഓഫീസിലേക്ക് ഒരു റിപ്പോർട്ട് അയക്കും. തഹസിൽദാർ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 to 4 days മാക്സിമം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടും. അക്ഷയയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ചില താലൂക്ക് ഓഫീസിലൊക്കെ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റം അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആണ്. നമ്മുടെ കേരളത്തിലെ ഈ ഒരു എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഒക്കെ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആണ്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. പണ്ട് കാലത്തെ പോലെ ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാം നമുക്ക് ഡിജിറ്റലി അവൈൽ ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ്. ആൻഡ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ വേണമെങ്കിൽ വെക്കാം. കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കണം. നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ, അതായത് ഈ നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കണം. അതുപോലെ ഇഷ്യൂയിങ് അതോറിറ്റി, താലൂക്ക് ഓഫീസിൽ നിന്നാണ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഏതാണ് താലൂക്ക് എന്നത് ആ ഇഷ്യൂയിങ് അതോറിറ്റി നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റും, ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റും നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. നമ്മൾ ഡിഗ്രി പാസ്സായ ആളാണോ അതോ ഡിഗ്രി ഇപ്പം അപ്പിയർ ചെയ്യണോ, ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം അപ്പിയർ ചെയ്യണോ? കാരണം എന്ന് വെച്ചാൽ ഡിഗ്രി ഫൈനൽ ഇയർ അപ്പിയർ ചെയ്യുന്ന ആൾക്കാർക്കും ഈ സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ക്വാളിഫിക്കേഷൻ എന്താണോ, ഡിഗ്രി ഫൈനൽ ഇയർ അപ്പിയർ ചെയ്യുന്നതാണോ അതോ ഡിഗ്രി ഹോൾഡർ ആണോ, അത് കൊടുക്കുക. ഓൾറെഡി പാസ്ഡ് ദ ഡിഗ്രി വിത്ത് ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ. സോ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡിഗ്രി ആവാം, അതായത് ഏത് സബ്ജക്റ്റിലുള്ള ഡിഗ്രി ആവാം. UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡിഗ്രി, അതായത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിൽ കിട്ടുന്ന ഡിഗ്രിയും ഒക്കെ UPSCക്ക് എലിജിബിൾ ആണ്. അതുപോലെ സബ്ജക്റ്റിന് യാതൊരു ക്രൈറ്റീരിയയും ഇല്ല, ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ഡിഗ്രി എടുക്കാം. അതേപോലെ മിനിമം മാർക്കിനും യാതൊരു പ്രശ്നമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി വേണമെന്ന് മാത്രമേ UPSC പറയുന്നുള്ളൂ. നെക്സ്റ്റ്, ആ ഡിഗ്രി ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് ഡിഗ്രി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാനിവിടെ എഞ്ചിനീയറിംഗ് ആണ്, അപ്പം ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. സിവിൽ സർവീസും ആണോ, ഫോറസ്റ്റ് സർവീസ് ആണോ, അതോ സിവിൽ സർവീസും ഫോറസ്റ്റ് സർവീസും രണ്ടും വേണോ? ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ഫോറസ്റ്റ് സർവീസിലും അപ്ലൈ ചെയ്യാറുണ്ട്, 2 എക്സാമിനും അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഏതിനാണ് നമുക്ക് ക്ലിയർ ആയി പോകാമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഫോറസ്റ്റ് സർവീസിൻ്റെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിരിക്കും സിവിൽ സർവീസിനെ സംബന്ധിച്ചിട്ട്. സോ ഞാനിവിടെ സിവിൽ സർവീസ് മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഫോറസ്റ്റ് സർവീസ് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഫോറസ്റ്റ് സർവീസ് കൊടുക്കുന്നതാണെങ്കിൽ ഫോറസ്റ്റ് സർവീസിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം. ആൻഡ് ഫോറസ്റ്റ് സർവീസിലേക്ക് ഞാൻ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് സിവിൽ സർവീസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്, പെർമനൻറ്റ് അഡ്രസ്സാണ്. നമ്മുടെ 10th അഡ്രസ്സ് എന്താണോ അത് ഫില്ല് ചെയ്യുക. സ്റ്റേറ്റ് കേരള കൊടുക്കുക, ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക, പിൻ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ലാൻഡ് ലൈൻ കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക, ഏരിയ വിത്ത് ഫോൺ നമ്പർ വിത്ത് ഏരിയ കോഡ്. സപ്പോസ് അതില്ല, നിങ്ങളിപ്പോൾ ലാൻഡ് ലൈൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ പല ആൾക്കാർ ലാൻഡ് ലൈൻ ഇല്ലാതെയാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കണമെന്നില്ല, അത് മാൻഡേറ്ററി അല്ല. സോ അത് കഴിയുന്നതോടെ നമ്മുടെ പാർട്ട് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, പാർട്ട് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനിയാണ് പാർട്ട് 2 വരുന്നത്. പാർട്ട് 2 നമ്മുടെ പേയ്മെൻറ്റ്, അതായത് ഈ എക്സാമിനേഷൻ്റെ ഫീസ് കൊടുക്കേണ്ട കാര്യങ്ങൾ. 100 രൂപയാണ് ഫീസ് വരുന്നത്, പെൺകുട്ടികൾക്ക് ഫീസില്ല. അതേപോലെ നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ഒരു ID പ്രൂഫ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളത്. ദെൻ നമ്മുടെ എക്സാമിനേഷൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും, ഇതൊക്കെ അതിന് ശേഷമാണ് വരുന്നത്.
സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വേണോ വേണ്ടയോ എന്നുള്ളതാണ്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടോ? ഏജ് റിലാക്സേഷൻ എന്ന് വെച്ചാൽ യൂഷ്വലി UPSCയുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 32 വയസ്സാണ്. അപ്പോൾ നമ്മൾ OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ 32 വയസ്സിന് താഴെയാണോ, അല്ലെങ്കിൽ 32 വയസ്സിന് കൂടുതലാണെങ്കിൽ നിങ്ങളെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏജിൻ്റെ റിലാക്സേഷൻ വേണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ നോ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ഫോട്ടോ ID പ്രൂഫ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ID പ്രൂഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതാണോ ID പ്രൂഫ് സെലക്ട് ചെയ്യുന്നത് ആ ID പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പി ഉണ്ടായിരിക്കണം. സോ വേരിയസ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് ഓർ എനി അതർ ഫോട്ടോ ID പ്രൂഫ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, വോട്ടേഴ്സ് ID, ഇതൊക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ആ ലൈസൻസിൻ്റെ കാർഡ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ആ ID കാർഡിൻ്റെ കാർഡ് നമ്പർ, ലൈക്ക് ഏത് നമ്പർ, ഇപ്പോൾ ആധാർ കാർഡാണെങ്കിൽ ആധാർ നമ്പർ, ഓക്കെ, വോട്ടേഴ്സ് ID കാർഡാണെങ്കിൽ ആ നമ്പർ. സോ ആ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ആ നമ്പർ ഒന്നും കൂടി ടൈപ്പ് ചെയ്യുക. കൺഫേം ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ 2 പ്രാവശ്യം നമ്മളത് നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാജുവേഷനിൽ കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് ആണ്. എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിക്ക് ഫൈനൽ ഇയറിൽ നിങ്ങൾക്ക് ഫൈനൽ ഇയറിൽ ഡിഗ്രി കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു പെർസെൻറ്റേജ് ആണ്. ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര തവണ നിങ്ങൾ സിവിൽ സർവീസ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഒരു തവണ പോലും എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ 0 എന്ന് കൊടുക്കുക. അല്ല, നിങ്ങൾ ഇതിന് മുമ്പ് എത്രയെങ്കിലും തവണ സിവിൽ സർവീസ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അവിടെ കൊടുക്കുക. ഓക്കെ, അടുത്തത് ഇപ്പം തന്നെ നമ്മളോട് സിവിൽ സർവീസിൻ്റെ മെയിൻ എക്സാമിൻ്റെ സെൻറ്ററും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജ്, അതായത് ഈ പ്രിലിമിനറി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജാണ് മെയിൻ എക്സാം. അപ്പോൾ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് എവിടെയാണ് എക്സാം എഴുതാൻ കൺവീനിയൻറ്റ്, അല്ലെങ്കിൽ ആ സെൻറ്റർ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർ എല്ലാവരും കൂടുതലും സെലക്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം ആയിരിക്കും. നമുക്ക് തിരുവനന്തപുരം ഇവിടെ സെൻറ്റർ കൊടുക്കാം. അടുത്തത് മെയിൻ എക്സാമിൻ്റെ പേപ്പർ 1 മുതൽ 4 വരെയുള്ള പേപ്പേഴ്സിൻ്റെ മീഡിയം ഓഫ് എക്സാം. നിങ്ങൾക്കറിയാം എക്സാം നമുക്ക് മലയാളത്തിലും എഴുതാൻ പറ്റും, ബട്ട് മലയാളത്തിൽ സക്സസ് റേറ്റ് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. സാധാരണ എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതാറ്. സക്സസ് റേറ്റ് മാത്രമല്ല, നമുക്ക് റിസോഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് മലയാളത്തിൽ. അപ്പോൾ യൂഷ്വലി എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെയാണ് എക്സാം എഴുതാറ്. സോ പേപ്പർ 1 മുതൽ 5 വരെയുള്ള പേപ്പേഴ്സിൻ്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് അതാണ് ഇവിടെ ചോദിക്കുന്നത്. സോ സെലക്ട് മീഡിയം ഫോർ പേപ്പർ 1 to 4 നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുന്നു. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് പേപ്പർ 6 and 7 ഓപ്ഷണൽ സബ്ജക്റ്റ്. സിവിൽ സർവീസ് മെയിൻസിന് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട് നമുക്കറിയാം. ലൈക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി, മലയാളം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ്, നിങ്ങളുടെ പ്രിഫേർഡ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് ഏതാണോ അത് കൊടുക്കുക. എൻ്റെ ഓപ്ഷണൽ പൊളിറ്റിക്കൽ സയൻസ് ആണ്, ഞാൻ ആ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ മീഡിയം എന്താണ്? കാരണം നമുക്ക് ഇപ്പോൾ മലയാളം കൊടുക്കുന്നത് അത് ആ ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ മീഡിയം എന്താണ്? ഇപ്പോൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസിന് ഞാൻ മീഡിയം അതും ഇംഗ്ലീഷ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി നിങ്ങൾ അരുണാചൽ പ്രദേശിലെ മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണോ എന്നാണ്. സോ അത് നോ കൊടുക്കുക. ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. സോ നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പർ എക്കുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. മാൻഡേറ്ററി പേപ്പറാണ് മെയിൻസിലുള്ള. പേപ്പർ എക്ക് നമ്മൾ മലയാളമാണ് നമ്മൾ ലാംഗ്വേജ് കൊടുക്കുന്നത്. നമ്മൾ ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അല്ലെങ്കിൽ ഈ ഓപ്ഷൻസിലുള്ള ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് കൊടുക്കുക. ചില ആൾക്കാർ ഹിന്ദി കൊടുക്കുന്നവരുണ്ടാവാം. അപ്പോൾ നമുക്ക് ലൈക്ക് നമ്മുടെ മാൻഡേറ്ററി പേപ്പറായിട്ടുള്ള പേപ്പർ എയും ബിയിൽ എ എന്ന് പറയുന്നത് മലയാളമാണ് നമുക്ക് എഴുതാൻ പറ്റിയ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഞാനത് മലയാളം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കൺഫേം ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഇതുവരെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ളൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അതിൽ നിങ്ങളൊന്ന് മൊത്തത്തിലൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ഇമേജ്, ഈ ഇമേജിൽ കാണുന്ന ഒരു വെരിഫിക്കേഷൻ കോഡ് ക്യാപ്ഷൻ നമ്മളിപ്പോൾ അടിക്കേണ്ടി വരും. ലൈക്ക് എന്താണോ ആ ഒരു ഇമേജിലുള്ള ടെക്സ്റ്റ് അത് ഇതേപോലെ നമ്മൾ ഇപ്പുറത്തേക്ക് അടിക്കുക. എന്നിട്ട് ഐ എഗ്രി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, സോ ഇതോടെ നമ്മുടെ പാർട്ട് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു രജിസ്ട്രേഷൻ ID ഉണ്ട് മേളിൽ, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് മെയിലായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ടൊക്കെ വരും. അപ്പോൾ ഞാനിതിൻ്റെ ഒരു PDF ഫോമായിട്ട് ഞാനിവിടെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം അത് യൂസിന് വേണ്ടി നമ്മൾ ഈ രജിസ്ട്രേഷൻ ID ആണ് നമുക്ക് ആവശ്യം.
നെക്സ്റ്റ് നമ്മൾ വീണ്ടും ആദ്യം പോയ സൈറ്റിൻ്റെ, അതായത് അപ്ലൈ ചെയ്യുന്ന ഓപ്ഷനിൽ പോവുക, നമ്മുടെ OTRൻ്റെ രജിസ്ട്രേഷൻ്റെ അവിടെ പോവുക. അവിടെ നമ്മൾ ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് OTP റിക്വസ്റ്റ് ചെയ്യുക. നമുക്കൊരു OTP വരും, വെരിഫിക്കേഷൻ കോഡും അടിച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. വീണ്ടും ലോഗിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ട് 1 മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നമുക്കിനി പാർട്ട് 2 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. കാരണം പാർട്ട് 2 കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഇതാവും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇൻകംപ്ലീറ്റ് എന്നാണ് കാണിക്കുന്നത്. സോ നമ്മൾ നോട്ടിഫിക്കേഷൻ എടുക്കുക. വീണ്ടും നെക്സ്റ്റ് നോക്കുക, പാർട്ട് 2 ഇപ്പോൾ ആക്റ്റീവ് ആണ്. 3 ഓപ്ഷൻസ് ഉള്ളത്. നമ്മൾ ഫീസ് അടക്കാനുള്ളത്, ഫോട്ടോ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ളത്, അതുപോലെ സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഞാൻ പേയ്മെൻറ്റിനുള്ളത് ഓപ്ഷൻ എടുത്ത് സെലക്ട് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് ഒന്നിക്കൽ ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് SBIയുടെ ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI ട്രാൻസാക്ഷൻ വഴിയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോഴാരും ബ്രാഞ്ചിൽ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് നേരിട്ട് UPI അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെബിറ്റ് കാർഡോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നെറ്റ് ബാങ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, കാർഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, UPIയുടെ ഓപ്ഷൻ ഉണ്ട്, അതർ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഈ 100 രൂപ പേ ചെയ്യാൻ പോകുന്നത്. സോ ഞാനവിടെ എൻ്റെ കാർഡ് ഡീറ്റെയിൽസും നമ്പറൊക്കെ അടിച്ചു, CVV അടിച്ചു. അതിനുശേഷം എനിക്ക് ആ 100 രൂപ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു OTP വന്നു. ഞാൻ ആ OTP അടിച്ചു കൊടുത്തതോടെ എൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. സോ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് പാർട്ട് 2 തന്നെയുള്ള അപ്ലോഡ് ഫോട്ടോ, സൈന്, ഫോട്ടോ ID അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോവും ഞാൻ ഈ പറഞ്ഞ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് എത്തും. ഓക്കെ, സോ ഫോട്ടോൻ്റെ സൈസിനെ പറ്റിയിട്ടും സിഗ്നേച്ചറിൻ്റെ സൈസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എത്ര സൈസ് വേണം, അതിൻ്റെ മാക്സിമം സൈസ്, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിൽ പോയിട്ട് റീസൈസ് ഫോട്ടോ ഫോർ UPSC എന്നോ അല്ലെങ്കിൽ റീസൈസ് ഫോട്ടോ ഫോർ ഗവൺമെൻറ് എക്സാംസ് അല്ലെങ്കിൽ UPSC എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ വേരിയസ് സൈറ്റ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഫോട്ടോ ഓൺലൈനായിട്ട് അവർ റീസൈസ് ചെയ്തിട്ട് എക്സാക്ട്ലി UPSCക്ക് പറ്റുന്ന രീതിയിലേക്ക് അവർ ചേഞ്ച് ചെയ്ത് തരും. നമുക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് നേരിട്ട് ഈ പറയുന്ന അപ്ലോഡ് ചെയ്യേണ്ട പോർഷനിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഞാനിത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞാനത് അപ്ലോഡ് ചെയ്യുകയാണ്. ദെൻ ഫൈനലി തേർഡ് വൺ, ഫോട്ടോയും സിഗ്നേച്ചറും ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന, ഇപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു PDF ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും, ഒരു PDF ഫോർമാറ്റ്. സോ നമ്മളത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ PDF ആക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ID പ്രൂഫിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്തതിന് ശേഷം എക്സാക്ട്ലി ആ ഒരു സൈഡൊക്കെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം ഓൺലൈനിൽ പോയിട്ട് ഫോട്ടോ ടു PDF കൺവേർട്ടർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. സോ ILO PDF പോലുള്ള സൈറ്റുകൾ വരും. അതിൽ നിങ്ങൾ ഈ എടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ PDF ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് അവർ കൺവേർട്ട് ചെയ്ത് തരും, ഓൺലൈനായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ആ കൺവേർട്ട് ചെയ്തത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ഫോർമാറ്റിലേക്ക് അത് കിട്ടി. അത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്താൽ മതി. ഇത് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഓക്കെ എല്ലാം ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അതേപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻ്റ് അപ്ലോഡഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളും ഇതിലുണ്ടാവും. ദെൻ ഒന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് 2 തേർഡ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റർ സെലക്ഷനാണ് ആൻഡ് ഡിക്ലറേഷനും. സോ പാർട്ട് 3 അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. സെൻറ്റർ എന്ന് പറഞ്ഞാൽ പ്രിലിംസ് എക്സാമിനുള്ള സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണത്. അവിടെ നമ്മൾ എക്സാമിനേഷൻ സെൻറ്റർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കോഴിക്കോടാണ്. ഏറ്റവും കണ്ണൂർ ഉള്ള ആൾക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോഴിക്കോടാണ്. ആൻഡ് പല ജില്ലകളിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് ഏറ്റവും അടുത്തുള്ളത്, കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്റർ കൊടുക്കാം. ട്രിവാൻഡ്രം ഉണ്ട്, എറണാകുളം ഉണ്ട്. സോ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കോഴിക്കോടാണ്. കണ്ണൂരിന് അടുത്ത് കോഴിക്കോടായതുകൊണ്ട് കോഴിക്കോടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഒരു ഡിക്ലറേഷനാണ്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ട്രൂ ആണ്, ബെസ്റ്റ് ഓഫ് യുവർ നോളജ് ആണ് കാര്യങ്ങൾ, ആ രീതിയിലുള്ളൊരു ഡിക്ലറേഷനാണ്. അവിടെ നമ്മൾ ഐ ഹിയർ ബൈ റീഡ് ദ ഡിക്ലറേഷൻ ആൻഡ് അഗ്രി എന്ന് പറയുന്ന ഈ ഗ്രീൻ കളറുള്ള കാര്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈനൽ സബ്മിഷനായി. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്കൊരു വെരിഫിക്കേഷൻ ഇമെയിൽ വരും, UPSCയിൽ നിന്ന് ഒരു മെസ്സേജ് വരും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് അവിടെ കാണാനും പറ്റും. ഇത്രയുമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ പാർട്ട് 1 രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന രജിസ്ട്രേഷൻ ID എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക.
ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ രജിസ്ട്രേഷൻ ഐ ഡിയും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിരിക്കും നൽകേണ്ട വിവരങ്ങൾ. ഓൾ ദ ബെസ്റ്റ്, all aspirants who are going to write a civil service examination on this coming May 28th.